ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സൈലം PSC. എൻ്റെ പേര് സൂരജ് കോടിയേരി. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ജോഗ്രഫിയിൽ നിന്ന് വരുന്ന 10th ലെവൽ എക്സാമിനൊക്കെ വരാൻ സാധ്യതയുള്ള കുറച്ച് ഏരിയയിൽ നിന്നുള്ള ചോദ്യങ്ങളാണ്. ഈ ചോദ്യങ്ങളെല്ലാം തന്നെ ഞാൻ എടുത്തിരിക്കുന്നത് കേരള PSC മുമ്പ് ചോദിച്ച പല പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ നിന്നാണ്. അപ്പോൾ ഇതെല്ലാം കേരള PSC ചോദിച്ച ചോദ്യങ്ങൾ തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് എന്തൊക്കെ ചോദ്യങ്ങൾ ഇനിയും വരാൻ സാധ്യതയുണ്ട്, ഇതുമായി ബന്ധപ്പെട്ട അനുബന്ധമായിട്ട് എന്തൊക്കെ വിവരങ്ങൾ നമ്മൾ പഠിച്ചിരിക്കേണ്ടതുണ്ട് എന്നതൊക്കെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം. ചോദ്യം വായിക്കുന്നതിന് മുമ്പായിട്ട് എപ്പോഴും നമ്മളൊരു ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ വളരെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള രീതിയിൽ ചെയ്യുക. എന്ന് വെച്ചാൽ ആദ്യം നമ്മൾ ക്വസ്റ്റ്യനിൽ കുറച്ച് വലിയൊരു സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ ആയിരിക്കും. നമ്മൾ എന്താ ആലോചിക്കേണ്ടത്, എപ്പോഴും കീവേഡാണ് നമ്മൾ അണ്ടർലൈൻ ചെയ്ത് അതിനെക്കുറിച്ച് ആലോചിക്കേണ്ടത്. ഫോർ എക്സാമ്പിൾ, നമുക്ക് ഈ ചോദ്യം എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. സൂര്യന് ചുറ്റുമുള്ള ഭൂമിയുടെ ഭ്രമണത്തിൽ സംഭവിക്കുന്ന പെരിഹിലിയൻ എന്നതുകൊണ്ട് മനസ്സിലാക്കുന്നത്. ഈ സൂര്യന്റെ ചുറ്റുമുള്ള ഭൂമിയുടെ ഭ്രമണത്തിൽ എന്നൊന്നും നമ്മൾ കൂടുതൽ വായിച്ച് തലമുണ്ടാക്കണ്ട. ഡയറക്റ്റ്ലി നമുക്ക് ഇവിടെയുള്ള കീവേഡ് പെരിഹിലിയൻ ആണ്. പെരിഹിലിയൻ എന്താണെന്ന് മാത്രം ആലോചിച്ച് അതിലേക്ക് ആൻസറിലേക്ക് എത്തിയാൽ മതി. അപ്പോൾ എപ്പോഴും നമ്മൾ മാത്സിലൊക്കെ ക്വസ്റ്റ്യൻ സിംപ്ലിഫൈ ചെയ്യില്ലേ, അതേപോലെ എല്ലാ ക്വസ്റ്റ്യൻസും സിംപ്ലിഫൈ ചെയ്യാൻ പറ്റണം. ജോഗ്രഫിയിലെയും ചോദ്യങ്ങൾ പലതും സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ ചോദ്യം ഒന്നുമില്ല, സിമ്പിളായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ പെരിഹിലിയൻ എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ക്വസ്റ്റ്യൻ പെരിഹിലിയൻ ഇതിൻ്റെ റൈറ്റ് ആയിട്ടുള്ള ആൻസർ എന്താണെന്ന് നോക്കാം. ഞാൻ ഡയറക്റ്റ്ലി റൈറ്റ് ആയിട്ടുള്ള ആൻസർ പറയാണ്, കാരണം ഇതൊരു ഫാക്റ്റ് ആണ്. ഇത് അറിഞ്ഞിരുന്നാൽ മാത്രം, ഇതൊരു കോൺസെപ്റ്റ് ആണ് എനിവേ, പക്ഷേ ആ കോൺസെപ്റ്റിലുള്ള ഒരു ഫാക്റ്റ് ആണ്. പെരിഹിലിയൻ എന്നാണ് ഈ വാക്കിൻ്റെ പേര്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സൂര്യനും ഭൂമിയും അടുത്തടുത്തായിട്ട് വരുമ്പോൾ, അല്ലേ, അടുത്തടുത്തായിട്ട് വരുമ്പോൾ, രണ്ടാമത്തെ ഓപ്ഷൻ എന്താ, സൂര്യനും ഭൂമിയും അകലെ ആയിട്ട് വരുമ്പോൾ, ഇനി സൂര്യനും ഭൂമിയും നേർരേഖയിൽ വരുമ്പോൾ, മുകളിൽ പറഞ്ഞവ എല്ലാം എന്നൊക്കെയാണ് ആൻസർ നൽകിയിരിക്കുന്നത്. ഇതിൽ പെരിഹിലിയൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിളാണ്. സൂര്യനും ഭൂമിയും അടുത്തടുത്ത് വരുമ്പോൾ വിളിക്കുന്ന പേരാണ് പെരിഹിലിയൻ. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഈ ഒരു പിക്ചർ ഒന്ന് നോക്കുക നിങ്ങൾ. ഓക്കെ, ഈ പിക്ചർ ഒന്ന് നിങ്ങൾ നോക്കുക. ഈ പിക്ചറിലൂടെ തന്നെ നമുക്ക് കാര്യം മനസ്സിലാക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ഈ പെരിഹിലിയൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കണ്ടില്ലേ, സൂര്യനെ ഭൂമി ചുറ്റുന്നത് കൃത്യമായ ഒരു സർക്കുലർ ഓർബിറ്റും സണ്ണ് സെൻട്രലും ആണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഒരു ഒരു എലിപ്റ്റിക്കൽ ആയിട്ടുള്ള ഓർബിറ്റിലാണ് നമ്മൾ സൂര്യനെ ചുറ്റിക്കൊണ്ടിരിക്കുന്നത്, ഭ്രമണം ചെയ്തുകൊണ്ടിരിക്കുന്നത്, വലം വെച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ എലിപ്റ്റിക്കൽ ഈ ഒരു സർക്കിളിൻ്റെ ഒരു ഏരിയയിൽ ഭൂമി ഏറ്റവും അടുത്ത് വരുന്നതായിട്ട് കാണാൻ പറ്റും സൂര്യന്. ആ ഒരു അടുത്ത് വരുന്ന ആ ഒരു ദിവസം അല്ലെങ്കിൽ ആ ഒരു സമയത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് പെരിഹിലിയൻ. ഇനി നേരെ ഓപ്പോസിറ്റ്, ഭൂമി സൂര്യനിൽ നിന്ന് അകന്ന് നിൽക്കുന്ന ഒരു സമയം നമുക്ക് കാണാൻ പറ്റും. സൂര്യനിൽ നിന്ന് ഏറ്റവും ദൂരെയായിട്ട്, എലിപ്റ്റിക്കൽ ഓർബിറ്റാണ്, അപ്പോൾ സൂര്യനിൽ നിന്ന് ഏറ്റവും ദൂരെയായിട്ട് നമുക്ക് ഭൂമി വന്ന് നിൽക്കുന്നതായിട്ട് ഒരു ഡേറ്റ് നമുക്ക് കാണാൻ പറ്റും. ഇതിനെയാണ് നമ്മൾ അഫിലിയൻ എന്ന് പറയുന്നത്. എന്താ അഫിലിയൻ എന്ന് പറയുന്നത്? അപ്പോൾ ഇതാണ് ഈ ഒരു ചോദ്യത്തിൽ ചോദിച്ചിരിക്കുന്നത്. പെരിഹിലിയൻ എന്നതുകൊണ്ട് മനസ്സിലാക്കുന്നത് എന്താണ്? സൂര്യനും ഭൂമിയും അടുത്തടുത്ത് വരുന്നതിനെ വിളിക്കുന്ന പേരാണ് പെരിഹിലിയൻ. ദൂരെ അകലെയായിട്ട് നിൽക്കുന്നതിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? അഫിലിയൻ. അഫിലിയൻ എന്നാണ് വിളിക്കുക. ഓക്കെ, സെറ്റ് അല്ലേ? അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ ഒരു കാരണവശാലും മറക്കരുത്. ഇത് എക്സാമിന് വരാൻ സാധ്യതയുണ്ട്, മറക്കരുത്. സെറ്റ് അല്ലേ? ഓക്കെ അല്ലേ? ഇനി ഇതേപോലുള്ള ഒരു കോൺസെപ്റ്റ് കൂടിയുണ്ട്, ഇതേപോലുള്ള സെയിം കൈൻഡ് ഓഫ് ഒരു കോൺസെപ്റ്റ് കൂടിയുണ്ട്. ഇനി നിങ്ങൾ നേരെ ഓപ്പോസിറ്റ് ആലോചിക്കുക. ഇത് ഭൂമിയാണെന്ന്. ബ്ലൂ പ്ലാനറ്റ് അല്ലേ, നീലഗ്രഹമാണ് നമ്മുടെ, കാരണം കൂടുതലും ജലമായതുകൊണ്ട് നീലഗ്രഹം എന്നറിയപ്പെടുന്നത് ഭൂമിയാണ്. അപ്പോൾ ഇത് എർത്താണെന്ന് വിചാരിക്കുക. ഓക്കെ, എർത്താണെന്ന് വിചാരിക്കുക. സോ എർത്തിൽ ഇത് എർത്താണ് ആലോചിക്കുക. എർത്തിന് ചുറ്റും ആര് കറങ്ങുന്നുണ്ട്? ചന്ദ്രൻ കറങ്ങുന്നുണ്ട് അല്ലേ? ചന്ദ്രൻ ഇങ്ങനെ വലം വെച്ച് കറങ്ങുന്നുണ്ട്. അപ്പോൾ ഇത് ചന്ദ്രനാണെന്ന് വിചാരിക്കുക. ഓക്കെ, ഇത് ചന്ദ്രനും നമ്മൾ ഭൂമിയെ കറങ്ങുന്നത് എന്തു പറയുക, കറക്റ്റായിട്ടുള്ളൊരു സർക്കുലർ ഓർബിറ്റിലല്ല, എലിപ്റ്റിക്കൽ ഓർബിറ്റിലാണ്. ചന്ദ്രൻ ഏറ്റവും അടുത്ത് നമ്മൾ ഭൂമിക്ക് സമീപം എത്തുന്നതിനെ വിളിക്കുന്ന പേരാണ്, ഏറ്റവും അടുത്ത് ഭൂമിക്ക് സമീപം മൂൺ എത്തുന്നതിനെ വിളിക്കുന്ന പേരാണ്, ഇത് പെരിഹിലിയൻ അല്ലേ? ഇത് പെരിഹിലിയൻ അല്ലേ? അപ്പോൾ ഇതെന്തായിരിക്കും? പെരിജി. എന്താ വിളിക്കുക? പെരിജി എന്നാണ് വിളിക്കുക. അതേപോലെ തന്നെ മൂണ് എന്ന് വെച്ചാൽ ചന്ദ്രൻ നമ്മുടെ ഭൂമിക്ക് ഏറ്റവും അകലെയായിട്ട് നിൽക്കുന്ന ആ ഒരു സമയത്തെ വിളിക്കുന്ന പേരാണ്, ഇതിൻ്റെ പേരെന്താ?
സണ്ണിൻ്റെ ഏറ്റവും ദൂരെയായിട്ട് ഭൂമി വരുന്നതിനെ? അഫീലിയൻ എന്നല്ലേ വിളിക്കുക. ഇനി മൂണ് ഭൂമിക്ക് ഏറ്റവും അടുത്ത് വരുന്നതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് അപ്പോജി. എന്താ? അപ്പോജി. അപ്പോൾ എ പിയും അതുപോലെ പെരിയും ആലോചിച്ചാൽ മതി. പെരി രണ്ട് ഓപ്പോസിറ്റ് കാര്യങ്ങൾ പഠിക്കാനുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ഞാൻ എൻ്റെ എല്ലാ ഓഫ്ലൈൻ ക്ലാസ്സിലും ഓൺലൈൻ ക്ലാസ്സിലൊക്കെ പറയുന്നതാണ്. രണ്ട് ഓപ്പോസിറ്റ് കാര്യം പഠിക്കാൻ നമ്മൾ എന്ത് ചെയ്യും? രണ്ടും പഠിക്കും. ചെയ്യരുത്. ഏതെങ്കിലും ഒരു സൈഡ് പഠിക്കുക. വായിക്കണം, രണ്ടും വായിക്കുകയൊക്കെ ചെയ്യണം. പക്ഷേ ബൈഹാർട്ട് ചെയ്ത് വെക്കേണ്ടത് എന്താണ്? ഏതെങ്കിലും ഒരു സൈഡ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ബ്രെയിൻ എന്ത് ചെയ്യും? മറ്റേ സൈഡ് ഓർമ്മിപ്പിക്കും. ഇവിടെ ബൈഹാർട്ട് ചെയ്ത് വെക്കേണ്ടത് പെരിജിയാണ് അല്ലെങ്കിൽ പെരിഹിലിയൻ ആണ്. പെരിഹിലിയൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഭൂമി സൂര്യൻ്റെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആ ഒരു സമയത്തെ വിളിക്കുന്ന പേര്. ഇനി പെരിജി എന്ന് വെച്ചാൽ എന്താ? നമ്മുടെ ചന്ദ്രൻ ഭൂമിക്ക് ഏറ്റവും അടുത്ത് കിടക്കുന്ന ഒരു സമയത്തെ വിളിക്കുന്ന പേരാണ് പെരിജി. അപ്പോൾ സെറ്റല്ലേ? അപ്പോൾ പെരിജിയും അപ്പോജിയും അതുപോലെ പെരിഹീലിയണും അഫീലിയണും രണ്ടും പഠിച്ചല്ലോ. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ വരാവേ. നമുക്ക് ചിലപ്പോൾ ക്വസ്റ്റ്യൻ വരാം. ഇതിൻ്റെ ക്വസ്റ്റ്യൻ നമുക്ക് കിട്ടി. ഞാൻ പറഞ്ഞ കാര്യം, എപ്പോഴും പറയുന്ന കാര്യം, ഇത് 8ാമത്തെ ചോദ്യമാണ്. എ ആണ് ആൻസർ അല്ലേ? നമ്മൾ എന്ത് ചെയ്യും? 7 പോയിട്ട് എ നല്ല കറപ്പിച്ച് വെക്കും. ചെയ്യരുത്. എന്ത് ചെയ്യണം? 8A എന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് മാർക്ക് ചെയ്യണം. അപ്പം മാറിപ്പോവില്ല. ഓക്കെ, അല്ലെങ്കിൽ മാറിപ്പോയി ടെൻഷനായി ആകെ കുളമാകും എക്സാം. ഇതിനൊന്നും നിൽക്കരുത്. അപ്പോൾ 8A എന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് 8ാമത്തെ ആൻസർ എ എന്ന് മാർക്ക് ചെയ്ത് നമ്മൾ വീണ്ടും മുന്നോട്ട് പോവാണ്. ഇനി വേറൊരു ചോദ്യമാണ്. അടുത്ത ചോദ്യത്തിലേക്കാണ് പോകുന്നത്. താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന എന്ത്? ചില ആൾക്കാരില്ലേ, ആ ഒരു ഏറ്റവും മുകളിലത് ഇങ്ങനെ ഒരു സാധനമില്ലേ, അത് വായിക്കുക പോലും ഇല്ല. നേരെ അങ്ങോട്ട് സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം, പ്രസ്താവനയിലേക്ക് അങ്ങ് പോകും. അവിടെ അങ്ങനെയൊന്നും ചെയ്യരുത്. നേരെ ഫസ്റ്റ് ചെയ്യേണ്ട എല്ലാ ചോദ്യത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും കൃത്യമായി വായിച്ചിരിക്കണം. ഓപ്ഷനും എന്താണ് ആദ്യം കൊടുത്തിരിക്കുന്ന ആ സ്റ്റേറ്റ്മെൻറ്റും ഒക്കെ. താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏത്? എന്നാലേ ഈ തെറ്റായ പ്രസ്താവന ചോദിച്ചിട്ടുണ്ട് എന്നൊക്കെ നമുക്ക് ഓർമ്മയുണ്ടാകുള്ളൂ. അപ്പോൾ താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ? നമ്മളെപ്പോഴും തെറ്റാണോ ശരിയാണോ ചോദിച്ചതെന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കണം. ഓക്കെ, അണ്ടർലൈൻ ചെയ്ത് വെക്കണം. ഇതിൽ തെറ്റായ പ്രസ്താവന എന്നല്ലേ ചോദിച്ചത്. അപ്പം നമ്മൾ എന്ത് ചെയ്യുക? നേരെ ഓപ്പോസിറ്റ് ചിന്തിക്കുക. ഇതിൽ ശരിയായ പ്രസ്താവന ഏതൊക്കെയാണ് എന്ന് നോക്കി അതങ്ങ് എലിമിനേറ്റ് ചെയ്യുക. ഓക്കെ, ഇതേ നോക്കിക്കോളൂ. അന്തരീക്ഷത്തിലെ ഏറ്റവും താഴത്തെ പാളി സ്ട്രാറ്റോസ്ഫിയർ. നമുക്കറിയില്ല എന്ന് വിചാരിക്കാം, നമ്മളത് അവിടെ ഹോൾഡ് ചെയ്ത് വെക്കാം. നൈട്രസ് ഓക്സൈഡ് ഒരു ഹരിതഗൃഹവാതകമാണ്. കേട്ടിട്ടുണ്ടോ? N2O അഥവാ നൈട്രസ് ഓക്സൈഡ്. ഇനി അതും അറിയില്ലെങ്കിൽ അതും ഹോൾഡ് ചെയ്ത് വെക്കുക. ഗ്രാനൈറ്റ് ഒരു അവസാദ ശിലയാണ്. ഏതാണോ സ്റ്റേറ്റ്മെൻറ്റ് അറിയുന്നത് അത് ശരിയാണെങ്കിൽ എലിമിനേറ്റ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ 4ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, അളകനന്ദ അതുപോലെ ഭഗീരഥി എന്നീ നദികൾ ദേവപ്രയാഗിൽ വെച്ച് കൂടിച്ചേരുന്നു. ഗംഗാ നദിയെക്കുറിച്ച് പഠിച്ചവർക്ക് എല്ലാവർക്കും അറിയാം. ഇവിടുന്ന് അങ്ങോട്ടാണ് ശരിക്കും ഗംഗയ്ക്ക് ഗംഗ എന്നുള്ള പേര് കിട്ടുന്നത്. അതായത് ഗംഗ ദേവപ്രയാഗിൽ വെച്ചാണ് ഗംഗ എന്നുള്ള പേര് കിട്ടുന്നത്. അതുവരെ ഇതിൻ്റെ പേരെന്താ? ഗംഗയുടെ പേര് ഭഗീരഥി എന്നാണ്. ഈ ഭഗീരഥിയുടെ കൂടെ അളകനന്ദ ചേരുന്ന സ്ഥലമാണ് നമ്മുടെ ദേവപ്രയാഗ്. ഓക്കെ, അപ്പോൾ അതാണ് ദേവപ്രയാഗിന് ഇത്രയും ഇമ്പോർട്ടൻസ് വരുന്നത്. അപ്പോൾ 4ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. നമ്മളോടൊന്നാ ചോദിച്ചത് തെറ്റായ പ്രസ്താവനയാണ്. നമുക്ക് ശരിയായ പ്രസ്താവന കിട്ടി. അപ്പോൾ എന്ത് ചെയ്യാം? ശരിയായ പ്രസ്താവനയുള്ള എല്ലാ ഓപ്ഷനും എലിമിനേറ്റ് ചെയ്യാം. ഇവിടെ നമുക്ക് 4ാമത്തെ ഓപ്ഷൻ കാണാം, സി അങ്ങ് നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. ഓക്കെ, ഇനി ഇതല്ല നിങ്ങൾക്ക് വേറെ രീതിയിൽ ആണ് ആൻസർ കിട്ടുന്നതെന്ന് വിചാരിക്കുക. ഫോർ എക്സാമ്പിൾ അന്തരീക്ഷത്തിലെ ഏറ്റവും താഴത്തെ പാളി സ്ട്രാറ്റോസ്ഫിയർ അല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അന്തരീക്ഷത്തിൻ്റെ ഏറ്റവും താഴത്തെ പാളി എന്ന് വെച്ചാൽ നമ്മളൊക്കെ ജീവിക്കുന്ന പാളി സ്ട്രാറ്റോസ്ഫിയർ അല്ല, ഏതാണ്? ട്രോപ്പോസ്ഫിയർ ആണ്. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ 1ാമത്തെ പ്രസ്താവന തെറ്റാണ് എന്ന് നമുക്ക് കിട്ടി. അപ്പോൾ നമ്മളോട് തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചത്. ഒന്നുള്ളത് ഇവിടെ ഒന്നുണ്ട്, ഇവിടെ ഒന്നുണ്ട്, ഇവിടെ ഒന്നില്ല. അപ്പം തന്നെ സിയും ഡി അങ്ങ് എലിമിനേറ്റ് ചെയ്യാം. ഇങ്ങനെയും നമുക്ക് ആൻസർ കണ്ടുപിടിക്കാം. പ്രത്യേകിച്ച് വ്യത്യസ്തമായിട്ടുള്ള പ്രസ്താവനകൾ തന്നിരിക്കുന്നതാണെങ്കിൽ ഒരു ടോപ്പിക് അറിയില്ലെങ്കിൽ അടുത്ത ടോപ്പിക്കിൽ നിന്ന് നമുക്ക് ഇപ്പോൾ ശിലകളെക്കുറിച്ച് നന്നായിട്ട് അറിയുന്ന ആളാണെങ്കിൽ അത് വെച്ച് നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ നോക്കിക്കോ, ഗ്രാനൈറ്റ് ഒരു അവസാദ ശിലയാണ്. പഠിച്ചവർക്കറിയാം ഗ്രാനൈറ്റ് അവസാദ ശിലയല്ല, ആഗ്നേയ ശിലയാണ്. എന്താണ്? ആഗ്നേയ ശില, ഇഗ്നിയസ് റോക്സ്, ലാവ തണുത്തുറഞ്ഞുണ്ടാകുന്ന ശിലയാണ് നമ്മുടെ ഗ്രാനൈറ്റ്, ആഗ്നേയ ശില. സെറ്റല്ലേ?
അപ്പോൾ ഇത് തെറ്റാണെന്ന് കിട്ടി. 3 തെറ്റാണ് എന്ന് കിട്ടിക്കഴിഞ്ഞാൽ അതാ ഇവിടെ 3 ഉണ്ട് അല്ലേ, ഇവിടെ 3 ഉണ്ട്, ഇവിടെ 3 ഇല്ല, എ അങ്ങ് എലിമിനേറ്റ് ചെയ്തു. ഇങ്ങനെ എലിമിനേഷനിലൂടെ നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ 2 സ്റ്റേറ്റ്മെൻറ്റ് തന്നെ നമുക്ക് ധാരാളം ഇതിൻ്റെ ആൻസർ കിട്ടാൻ. ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്, അതുപോലെ മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റും തെറ്റാണ് എന്ന് കിട്ടിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഓൾമോസ്റ്റ് ആൻസറിലേക്ക് എത്താൻ പറ്റും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൻസർ എന്താ വരുന്നത്? ആൻസർ എന്താണ് വരുന്നത്? യെസ് ഇതാണ് ആൻസർ ആയിട്ട് വരുന്നത്. 1ഉം 3ഉം തെറ്റാണ്, ബാക്കി 2 സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. ഒന്ന് വായിച്ചു നോക്കാവേ. അന്തരീക്ഷത്തിലെ ഏറ്റവും താഴത്തെ പാളി സ്ട്രാറ്റോസ്ഫിയർ ആണോ? അല്ല, ട്രോപ്പോസ്ഫിയർ. നൈട്രസ് ഓക്സൈഡ് ഒരു ഹരിതഗൃഹവാതകമാണ്. തീർച്ചയായും നൈട്രസ് ഓക്സൈഡ് ഒരു ഹരിതഗൃഹവാതകമാണ്. ഗ്രാനൈറ്റ് ഒരു അവസാദ ശിലയാണ്. അല്ല, ആഗ്നേയശിലയാണ്. ഞാൻ പറഞ്ഞു ലാവ തണുത്തുറഞ്ഞുണ്ടായത്. അളകനന്ദ, ഭഗീരഥി എന്നീ നദികൾ ദേവപ്രയാഗിൽ കൂടിച്ചേരുന്നു. തീർച്ചയായും ശരിയാണ്. അപ്പോൾ 1ഉം 3ഉം തെറ്റാണ്. തെറ്റായ പ്രസ്താവനയാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഇതറിയാത്ത പല ആൾക്കാരും എന്ത് ചെയ്യും? സി അങ്ങ് കുത്തും. കാരണം എന്താ? ഈ തെറ്റായ പ്രസ്താവന എന്ന് അവർ വായിച്ചിട്ടുണ്ടാവില്ല, നേരെ പ്രസ്താവനയിലേക്ക് പോയിട്ടുണ്ടാവും. അപ്പോൾ തെറ്റാണോ ശരിയാണോ എന്ന് മാർക്ക് ചെയ്ത് വെക്കണം, അണ്ടർലൈൻ ചെയ്ത് വെക്കണം. സെറ്റല്ലേ? അത് കഴിഞ്ഞു. ഇനി കൊല്ലം കോട്ടപ്പുറം വരെ നീണ്ടു കിടക്കുന്ന ദേശീയ ജലപാത ഏത്? അടുത്ത ചോദ്യത്തിലേക്ക് പോവാണേ. നമ്മളിത് മാർക്ക് ചെയ്തു. 7ാമത്തത് ബി ആണ് ആൻസർ. 7B എന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് മാർക്ക് ചെയ്യുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ. ശരിക്കും ഇത് കോട്ടപ്പുറം വരെയല്ല, കൊല്ലം തൊട്ട് ഇത് കോഴിക്കോട് വരെയാണ്. ഇപ്പോൾ PSC കഴിഞ്ഞ വർഷം ചോദിച്ച ഒരു ചോദ്യമാണിത്. PSCക്ക് അറിയില്ല, 2016 തൊട്ട് കൊല്ലം തൊട്ട് കോട്ടപ്പുറം അല്ല കോഴിക്കോട് വരെ ഈ ദേശീയ ജലപാതയെ മാറ്റിയ കാര്യം എന്ത് ചെയ്യാനാ? ഓക്കെ, സോ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ അല്ലെങ്കിൽ കോഴിക്കോട് വരെ നീണ്ടു കിടക്കുന്ന ദേശീയ ജലപാത ഏതാണ്? NW3 എന്ന് വെച്ചാൽ ദേശീയ ജലപാത 3 കൊല്ലം തൊട്ട് കോട്ടപ്പുറം അല്ല കോഴിക്കോട് വരെയാണ് ഇപ്പോൾ ഇതിൻ്റെ നീളം. ഈ കാര്യം മറക്കരുത്. 365 കിലോമീറ്റർ ആണ് ഇതിൻ്റെ നീളം. മറക്കരുത്, 365 കിലോമീറ്റർ. സെറ്റല്ലേ? ഈ കാര്യം മറക്കരുത്. ദേശീയ ജലപാത 3 ആണിത്. ഇതിനെ നമ്മൾ വെസ്റ്റ് കോസ്റ്റ് കനാൽ എന്നൊക്കെയാണ് വിളിക്കുന്നത്. എന്താ? വെസ്റ്റ് കോസ്റ്റ് കനാൽ. വെസ്റ്റ് കോസ്റ്റ് കനാൽ എന്ന് വിളിക്കുന്നുണ്ട്. അതേപോലെ തന്നെ 365 കിലോമീറ്റർ ആണ് ഇതിൻ്റെ നീളം. ഇത് കൊല്ലം തൊട്ട് കോട്ടപ്പുറം അല്ല, ഇപ്പോൾ കോഴിക്കോട് വരെയാണ്. 2016 തൊട്ട് ഇത് കോഴിക്കോട് വരെ ആക്കിയിട്ട് നീട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിച്ചു. അപ്പോൾ 11ാമത്തതിൻ്റെ ആൻസർ എന്താ? സി ആണ്. നിങ്ങൾ ബാക്കിയുള്ള ഓപ്ഷൻ നോക്കിയേ. 11C നമ്മൾ മാർക്ക് ചെയ്ത് ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ബാക്കിയുള്ള ഓപ്ഷൻ നോക്കിയേ. 1, 2, 4. എടാ, എപ്പോഴും നിങ്ങൾക്ക് എക്സാമിന് തൊട്ട് മുമ്പ് ഒരു സിമ്പിളായിട്ട് രാവിലെയൊക്കെ നിങ്ങൾ എക്സാം ഉച്ചയ്ക്കാണെങ്കിൽ രാവിലെയൊക്കെ പഠിക്കാൻ വല്ല പ്ലാനും ഉണ്ടെങ്കിൽ ദേശീയ ജലപാത ചുമ്മാ ഒന്ന് വായിച്ചു പോയി നോക്കിക്കോളൂ. ഒരു 5 ദേശീയ ജലപാത, ആദ്യത്തെ 5 ദേശീയ ജലപാത അഥവാ നാഷണൽ വാട്ടർവേസ് ഒന്ന് പഠിച്ചു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ അതിൽ നിന്ന് ചോദ്യം വരും. അതിൽ നിങ്ങൾ പഠിക്കേണ്ട, ഞാൻ പറഞ്ഞു 100 സംതിങ് 100-ലധികം ദേശീയ ജലപാത നമുക്ക് ഇന്ത്യയിലുണ്ട്. എല്ലാം ഒന്നും പഠിച്ചിട്ട് പോകാൻ പറ്റില്ല. ആദ്യത്തെ 5 എണ്ണം പഠിച്ചിട്ട് പോവാം. നിങ്ങൾ ഓപ്ഷൻ നോക്കിയേ. ആദ്യത്തെ 5 ദേശീയ ജലപാതയാണ് ഓപ്ഷൻ പോലും നൽകിയിരിക്കുന്നത് അല്ലേ? മറ്റൊരു ചോദ്യം നമുക്ക് നോക്കാം. ദേ നോക്കിക്കോ. എഗെയിൻ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ദേശീയ ജലപാത 4 ആണ്. ഏതാ? ദേശീയ ജലപാത 4 ആണ്. ഉൾനാടൻ ജലപാതകൾ രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയെ ത്വരിതപ്പെടുന്നു. ചുമ്മാ നമ്മളെ ഒന്ന് എന്താ പറയുക, വായിച്ച് ടൈം പോക്കാൻ വേണ്ടി PSC ഇടുന്ന ഓരോ സ്റ്റേറ്റ്മെന്റാ. മൈൻഡ് ചെയ്യണ്ട. നമുക്ക് വായിക്കാം. ദേശീയ ജലപാത 4 ഏതൊക്കെ സ്ഥലങ്ങളെ ബന്ധിപ്പിക്കുന്നു? അതാണ് ചോദ്യം. അപ്പൊ ദേശീയ ജലപാത 4 അറിഞ്ഞിരിക്കണം. അപ്പോൾ നിങ്ങൾ ഓപ്ഷൻ നോക്കിയേ. വീണ്ടും ആദ്യത്തെ 5 ദേശീയ ജലപാതകളുടെ പേരുകളാണ് നിങ്ങൾ ഈ കാണുന്നത്. ഓക്കെ, സെറ്റ് അല്ലേ? അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ആദ്യത്തെ 5 ദേശീയ ജലപാതകൾ പഠിക്കണം. നിർബന്ധമായി പഠിച്ചിട്ട് വേണം എക്സാമിന് പോകാൻ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസർ നമ്മൾ കിട്ടി. അപ്പോൾ ഞാനിതാ ബാക്കിയുള്ള ദേശീയ ജലപാതകൾ എവിടെയൊക്കെയാണെന്ന് പറയാണ്. NW1 ഗംഗാ നദിയിലാണ് അല്ലേ? ദേശീയ ജലപാത 1 എവിടെയാ? ഗംഗയിലാണ്. അലഹബാദ് തൊട്ട് ഹാൽദിയ വരെയാണ് ദേശീയ ജലപാത 1. ഇനി NW2 ദേശീയ ജലപാത 2 സ്ഥിതി ചെയ്യുന്നത് ബ്രഹ്മപുത്ര നദിയിലാണ്. എവിടെയാ? ബ്രഹ്മപുത്ര നദിയിലാണ്. സാദിയ തൊട്ട് ആസാമിലെ ദുബ്രി വരെയാണ് ഈ ഒരു ദേശീയ ജലപാത. ഇനി NW4
4 എന്ന് പറയുന്നത് അത് തന്നെയാണ് അടുത്ത ക്വസ്റ്റ്യൻ. കാക്കിനാട തൊട്ട് പുതുച്ചേരി വരെ നീണ്ടു കിടക്കുന്ന ദേശീയ ജലപാതയാണ് NW4 എന്ന് പറയുന്നത്. അപ്പോൾ അതും നമ്മൾ പഠിച്ചു. അപ്പോൾ നമ്മുടെ ആൻസർ എന്താ? ദേശീയ ജലപാത 4 ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ആൻസർ? യെസ്, ഡയറക്റ്റ്ലി എത്താം. ഹാൽദിയ പറഞ്ഞേ. ഹാൽദിയ. അലഹബാദ് എന്ന് പറയുന്നത് ഏതാണ് ദേശീയ ജലപാത? 1 ഗംഗാ നദിയിലുള്ളത് അല്ലേ. ഇനി കൊല്ലം കോട്ടപ്പുറം ഏതാണ്? കൊല്ലം കോഴിക്കോടാണേ. വീണ്ടും PSC ഇങ്ങനെയാണ് ചോദിച്ചിരിക്കുന്നത്, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. NW3 ആണ്. ഇനി ബ്രാഹ്മിണി മഹാനദി ഡെൽറ്റ എന്ന് പറയുന്നത് NW5 ആണ്. കാക്കിനാട പുതുച്ചേരി എന്ന് പറയുന്നത് NW4 ആണ്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് NW4 ആണ്. എന്ന് വെച്ചാൽ ദേശീയ ജലപാത 4 കാക്കിനാടയെയും പുതുച്ചേരിയും തമ്മിലാണ് കണക്ട് ചെയ്യുന്നത്. കാക്കിനാട എന്ന് പറയുമ്പോൾ ആന്ധ്രാപ്രദേശാണ്. പുതുച്ചേരി എന്ന് പറയുമ്പോൾ തമിഴ്നാടിനകത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന പോണ്ടിച്ചേരി യൂണിയൻ ടെറിട്ടറിയിലാണ് വരുന്നത്. ഓക്കെ, സെറ്റ് അല്ലേ? ഓക്കെ അല്ലേ? അപ്പൊ ദേശീയ ജലപാത 1 ദേശീയ ജലപാത 1 ഏതാ നദി? ഗംഗ. എവിടെ തൊട്ട് എവിടം വരെയാണ്? അലഹബാദ് തൊട്ട് ഹാൽദിയ വരെ. ഈ ഹാൽദിയ എവിടെയാ? വെസ്റ്റ് ബംഗാൾ. അലഹബാദ് എവിടെയാ? UP. NW2 എവിടെയാണ്? നമ്മൾ പറഞ്ഞു ബ്രഹ്മപുത്ര നദിയിലാണ്. എവിടെ തൊട്ട് എവിടം വരിക? സാദിയ തൊട്ട് ദുബ്രി വരെ. എന്ന് വെച്ചാൽ ഏതാ സ്ഥലം ഇത്? അസ്സാമാണ്. ഇനി NW3 നാഷണൽ വാട്ടർവേ 3 എന്ന് പറയുന്നത് കൊല്ലം തൊട്ട് കോഴിക്കോട് വരെയാണ് അല്ലേ. കൊല്ലം തൊട്ട് കോഴിക്കോട് വരെയാണ്, മറക്കരുത്. ഇനി NW4 എന്ന് പറയുന്നത് മറക്കരുത്. ആദ്യത്തെ 3 നിങ്ങൾക്ക് ചിലപ്പോൾ അറിയായിരിക്കും. എല്ലാവരും പഠിച്ച് തഴമ്പിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇനി എന്ത് ഫോക്കസ് ചെയ്യണം? സ്മാർട്ട് ലേണിംഗ്. നമ്മൾ ഫോക്കസ് ചെയ്യണം എന്ത്? അറിയാത്തത്. ദേശീയ ജലപാത 4ഉം 5ഉം ഫോക്കസ് ചെയ്യുക. അപ്പം ഞാൻ എന്ത് ചെയ്യാണ്? ദേശീയ ജലപാത 4ഉം 5ഉം മാത്രം ഇനിതാ ഇവിടെ എഴുതാൻ പോവുകയാണ്. അപ്പോൾ ബാക്കിയെല്ലാം നമുക്ക് അറിയുന്നതാണ്, ഓൾറെഡി അറിയുന്നതായതുകൊണ്ട് ഞാൻ കൂടുതൽ അത് വെച്ച് ഇത് ചെയ്യുന്നില്ല. ദേശീയ ജലപാത 4, അതുപോലെ ദേശീയ ജലപാത 5. 4 എന്ന് പറയുന്നത് പറഞ്ഞോ? കാക്കിനാട തൊട്ട് പുതുച്ചേരി വരെയാണ്, മറക്കരുത്. ആന്ധ്രാപ്രദേശ് തൊട്ട് തമിഴ്നാടിൻ്റെ അടുത്തുള്ള പുതുച്ചേരിയാണ്, തമിഴ്നാടിനുള്ളിലായിട്ട് സ്ഥിതി ചെയ്യുന്നത്. ദേശീയ ജലപാത 5 ഒഡീഷയിലാണ്. ഒഡീഷയിൽ എവിടെ? താൽച്ചർ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തെയും അതുപോലെ ധാംബ്ര എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ദേശീയ ജലപാത 5. ഇത് തീർച്ചയായും ഈ ഒരു രീതിയിലും ചോദിക്കാം. ബ്രാഹ്മണി മഹാനദി ഡെൽറ്റയിലൂടെയാണ് ഇത് പോകുന്നത്. ഏതാണ്? ബ്രാഹ്മണി നദിയാണ്. ബ്രാഹ്മണി മഹാനദി ഡെൽറ്റയിലൂടെയാണ് ഇത് കടന്നു പോകുന്നത്. അപ്പോൾ ഇതും നമുക്ക് എക്സാമിന് വരാം. യെസ്, അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. സമുദ്രനിരപ്പിൽ നിന്നും ഉയരമുള്ള സ്ഥലങ്ങളെ തമ്മിൽ യോജിപ്പിച്ച് ഭൂപടത്തിൽ വരയ്ക്കുന്ന സാങ്കല്പിക രേഖ. സമുദ്രനിരത്തിൽ നിന്നും ഒരേ ഉയരത്തിലുള്ള സ്ഥലങ്ങളെ ബന്ധിപ്പിച്ച് വരയ്ക്കുന്ന രേഖയാണ് നമ്മൾ കോണ്ടൂർ ലൈൻസ് എന്ന് വിളിക്കുന്നത്. എന്താ വിളിക്കുക? കോണ്ടൂർ ലൈൻസ്. ഒരേ ഉയരമുള്ള സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ച് നമുക്ക് ഭൂപടത്തിൽ ചില രേഖകൾ കാണാൻ പറ്റും. ഇങ്ങനെയൊക്കെ രേഖകൾ കാണാൻ പറ്റും. അതിൻ്റെ രേഖയുടെ മുകളിൽ എഴുതിയിട്ടുണ്ടാവും 100 മീറ്റർ, 1000 മീറ്റർ എന്നൊക്കെ. എന്ന് വെച്ചാൽ 1000 മീറ്ററാണ് ആ രേഖ കടന്നു പോകുന്ന എല്ലാ സ്ഥലത്തിലെയും ഉയരം. അപ്പോൾ ഇതിനെയാണ് കോണ്ടൂർ ലൈൻസ് എന്ന് പറയുന്നത്. എന്നാൽ നമ്മൾ ഇനി എന്ത് ചെയ്യും? ബാക്കിയുള്ള തെറ്റായ ഓപ്ഷൻസുകളില്ലേ അതൊക്കെ അങ്ങ് പഠിച്ചു പോവുക. ഇതാണ് നിങ്ങൾ PYQയിലെ കൂടെ ഉദ്ദേശിക്കുന്നത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ കുറേ ചെയ്യുക, എല്ലാത്തിൻ്റെയും ഓപ്ഷൻസും നോക്കുക. അപ്പോൾ സെറ്റായിരിക്കും. നിങ്ങൾക്ക് എക്സാമിന് ഈ ചോദ്യം തന്നെ വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കാനുള്ള ചാൻസും ഉണ്ട്. അപ്പോൾ ഐസോതേം എന്ന് വെച്ചാൽ എന്താ? ഐസോതേം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഐസോതേം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരേ താപനിലയുള്ള സ്ഥലങ്ങളെ അല്ലേ, തെർമല്ലേ തെർമോമീറ്റർ തേം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ എന്തായിരിക്കും? ഒരേ താപനിലയുള്ള സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ചു വരക്കുന്ന രേഖയായിരിക്കും. ഇനി അടുത്തത് ഐസോബാർ. എന്താ ഐസോബാർ? ഐസോബാർ എന്ന് വെച്ചാൽ എന്തായിരിക്കും? ഒരേ മർദ്ദം, പ്രഷർ, ബാർ, പാസ്കൽ ഇതിലൊക്കെയല്ലേ
അളക്കുന്നത് നമ്മൾ പ്രഷർ. അപ്പോൾ ഐസോബാറാണ് ചോദിക്കുന്നതെങ്കിൽ ഒരേ മർദ്ദമുള്ള സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ച് വരയ്ക്കുന്ന രേഖ. ഇനി ഐസോഹാലൈൻ എന്താണെന്ന് നമുക്ക് നോക്കാം. എന്താ ഐസോഹാലൈൻ? ഐസോഹാലൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പേര് തന്നെയുണ്ട് ഈ ഹലൈൻ, ഹാലോ എന്നൊക്കെ എഴുതി കഴിഞ്ഞാൽ സോൾട്ട് കണ്ടന്റ് എന്നാണ് അർത്ഥം, ലവണാംശം എന്നാണ് അർത്ഥം. അപ്പോൾ ഒരേ ലവണാംശമുള്ള സ്ഥലങ്ങളെ ബന്ധിപ്പിച്ച് വരയ്ക്കുന്ന രേഖ. അപ്പോൾ ഒരേ താപനിലയാണെങ്കിൽ ഐസോതേം, ഒരേ മർദ്ദമാണെങ്കിൽ ഐസോബാർ, ഒരേ ലവണാംശമുള്ള സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണെങ്കിൽ അതിനെ നമ്മൾ എന്താ വിളിക്കുക? ഐസോ ഹാലൈൻ എന്നാണ് വിളിക്കുക. അപ്പോൾ സെറ്റ് അല്ലേ? ആ ചോദ്യം സെറ്റ് അല്ലേ? ഡൗട്ട്സ് ഒന്നും ഇല്ലല്ലോ. മുന്നോട്ട് പോവാം. യെസ്, ക്വസ്റ്റ്യൻ ആൻസർ എന്താ? 8A എന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് നമ്മൾ മാർക്ക് ചെയ്യുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. ഓക്കെ, ദൊഡ്ഡബെട്ട കൊടുമുടി സ്ഥിതി ചെയ്യുന്ന പർവ്വത ശിഖരം. ദൊഡ്ഡബെട്ട ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ തെറ്റിക്കാറുണ്ട്. ആദ്യം തന്നെ മക്കളെ, ദൊഡ്ഡബെട്ട സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാടിലാണ്. തമിഴ്നാട് കർണാടക ബോർഡറിലാണ്, പക്ഷെ തമിഴ്നാടിലാണ് ദൊഡ്ഡബെട്ട. ഊട്ടിയിലൊക്കെ ടൂർ പോയവരൊക്കെ ചിലപ്പോൾ ദൊഡ്ഡബെട്ടയുടെ അങ്ങോട്ടേക്കൊക്കെ പോകാറുണ്ട്, ഒരു അടുത്തുള്ള സ്ഥലമായതുകൊണ്ട്. അപ്പോൾ ഊട്ടി തമിഴ്നാടാണ്, അതേപോലെ ദൊഡ്ഡബെട്ടയും തമിഴ്നാടാണ്. അപ്പോൾ ഈ കൊടുമുടി സ്ഥിതി ചെയ്യുന്ന പർവ്വത ശിഖരമാണ് ചോദിച്ചത്. ആനമല, നല്ലമല, കാർഡമം കുന്ന് എന്ന് വെച്ചാൽ ഏലമല അല്ലേ? ഏലമല, നീലഗിരി കുന്ന്. ഞാൻ എപ്പോഴും ചെയ്യുന്ന കാര്യം ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. നിങ്ങൾ നോക്കിയേ, ഒരു സ്ഥലത്തിൻ്റെ ഒരു നദിയെക്കുറിച്ചോ തടാകത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ഒരു കൊടുമുടിയെക്കുറിച്ചോ ഒക്കെ മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ, ക്വസ്റ്റ്യനിൽ മെൻഷൻ ചെയ്താൽ അപ്പം തന്നെ അത് എവിടെയാണെന്ന് അങ്ങ് എഴുതി വെക്കും. അപ്പോൾ തന്നെ നമുക്ക് ചിലപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ തമിഴ്നാടല്ലേ ദൊഡ്ഡബെട്ട? അപ്പോൾ തന്നെ നമുക്ക് ഇല്ലാത്ത ഏതെങ്കിലും കുന്നുകളുണ്ടെങ്കിൽ അതങ്ങ് എലിമിനേറ്റ് ചെയ്യാം. നല്ലമല തമിഴ്നാടല്ല, ആന്ധ്രാപ്രദേശാണ്. അപ്പോൾ തന്നെ നമുക്ക് നല്ലമല അങ്ങ് എലിമിനേറ്റ് ചെയ്യാം, കാരണം ഇവൻ ആന്ധ്രാപ്രദേശിലാണ്. ഇതൊക്കെയാണ് എലിമിനേഷൻ ടെക്നിക്സ്. ഈ രീതിയിൽ വേണം നമ്മൾ ചെയ്യാൻ. ഇനി അടുത്തത് ആനമല, കാർഡമം, നീലഗിരി അല്ലേ? ഇത് വരുന്നത് ഊട്ടിയുടെയൊക്കെ അടുത്താണ്, തമിഴ്നാടിലാണ്. കാർഡമം ഹിൽസ് എന്നൊക്കെ വരുന്നത് പൊതുവേ തമിഴ്നാട് സൈഡല്ല, നമ്മുടെ ഇടുക്കി കേരളത്തിൻ്റെ ഭാഗത്താണ് ഏലമലയൊക്കെ വരുന്നത് കൂടുതലും. ഓക്കെ, തമിഴ്നാട് ബോർഡറൊക്കെ ഉണ്ട്, പക്ഷെ എന്നാലും കേരളം ഇടുക്കി സൈഡിലാണ് കാർഡമം ഹിൽസ് ഒക്കെ. ആനമലയും ഇങ്ങനെ തന്നെയാണ്, പക്ഷെ ആനമലയുടെ കുറച്ച് ഭാഗം തമിഴ്നാടുണ്ട്. പക്ഷെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഇതാണ് പാലക്കാട് ഗ്യാപ്പ്. ഈ പാലക്കാട് ഗ്യാപ്പിൻ്റെ തെക്ക് ഭാഗം ഉള്ള സ്ഥലങ്ങളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആനമല, വടക്ക് ഭാഗമുള്ള സ്ഥലത്തെ വിളിക്കുന്ന പേരാണ് നീലഗിരി. തെക്ക് ഭാഗത്തെ ആനമല എന്ന് പറയും, വടക്ക് ഭാഗത്തെ നീലഗിരി എന്ന് പറയും. നീലഗിരിയിൽ പെട്ട സ്ഥലമാണ് നമ്മുടെ ദൊഡ്ഡബെട്ടയും നമ്മുടെ ഊട്ടി കൂടല്ലൂരൊക്കെ. അപ്പോൾ ദൊഡ്ഡബെട്ട സ്ഥിതി ചെയ്യുന്നത് നീലഗിരിയിലാണ്. അപ്പോൾ നീലഗിരി കുന്നുകളിലെ ഏറ്റവും ഉയരം ചെന്ന കൊടുമുടിയാണ് ദൊഡ്ഡബെട്ട. ബാക്കിയുള്ള നമ്മുടെ ആനമുടിയും അതുപോലെ നമ്മുടെ മീശപ്പുലി മലയും മന്നമലയും കൊളുക്കുമലയൊക്കെ സ്ഥിതി ചെയ്യുന്നത് ആനമലയിലാണ്. പാലക്കാട് ഗ്യാപ്പ് കണ്ടില്ലേ? ആ ഗ്യാപ്പിന് തെക്ക് ഭാഗം ഇടുക്കി ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ദൊഡ്ഡബെട്ട സ്ഥിതി ചെയ്യുന്നത് നീലഗിരിയിലാണ്. അപ്പോൾ ആനമലയും നമ്മൾ എലിമിനേറ്റ് ചെയ്തു. ദ ആൻസർ ഈസ് നീലഗിരി കുന്ന്. നീലഗിരിയിലെ ഏറ്റവും ഉയരം ചെന്ന കൊടുമുടിയാണ് ദൊഡ്ഡബെട്ട. സെറ്റല്ലേ? ആ രീതിയിലും ക്വസ്റ്റ്യൻ വരാം. അപ്പോൾ 9ാമത്തെ ആൻസർ നമുക്ക് കിട്ടി, ഡി ആണ്. 9D എന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് മാർക്ക് ചെയ്യുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. ഓക്കെ, ഹൂഗ്ലി നദിയിൽ നല്ലമല കാണിച്ചേ. ഇതാണ് നല്ലമലയും പാൽക്കോണ്ടയും. ഓക്കെ, ഈ തെക്ക് ഭാഗത്ത് കാണുന്നത് പാൽക്കോണ്ട, വടക്ക് ഭാഗത്ത് കാണുന്നത് നല്ലമല. പുഷ്പ മൂവിയൊക്കെ കണ്ടിട്ടില്ലേ? അല്ലു അർജുൻ്റെ ആ പുഷ്പ മൂവിയിൽ നല്ലമലയിലാണ് ആ പറഞ്ഞ രക്തചന്ദനമൊക്കെ വളരുന്ന കാടുകളുള്ളത്. ലോകത്ത് നല്ലമലയിൽ മാത്രമേ രക്തചന്ദനങ്ങൾ പൊതുവെ വളരാറുള്ളൂ. അതുകൊണ്ടാണ് ഇവിടെ രക്തചന്ദനം വളരെയധികം എൻഡേഞ്ചേർഡ് ആയിട്ടുള്ള ഒരു മരം കൂടിയായി മാറിയത്. ഓക്കെ, വംശനാശ ഭീഷണിയൊക്കെയുള്ള ഒരു മരമാണ്, വളരെ അപൂർവമായിട്ടുള്ള മരമാണ്. അതാണ് ആ മൂവിയൊക്കെ വരാനുള്ള കാരണം. സോ സെറ്റല്ലേ? ഇനി ലൊക്കേഷൻ വെച്ച് ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ആൻസർ ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ഹൂഗ്ലി നദിയിൽ സ്ഥിതി ചെയ്യുന്ന തുറമുഖം. നമ്മുടെ കീവേഡ് എന്താ? ഹൂഗ്ലി അല്ലേ? നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടത്? ഹൂഗ്ലി നദി എവിടെയാണെന്ന് അങ്ങ് മാർക്ക് ചെയ്യുക. ഹൂഗ്ലി നദി എന്ന് പറയുമ്പോൾ നമ്മുടെ ഹൗറ ബ്രിഡ്ജൊക്കെ ഉണ്ട്,
ഹൂഗ്ലി നദി അല്ലെങ്കിൽ ഗംഗയുടെ കൈവഴിയാണ്. എന്താണോ നിങ്ങൾക്ക് ഹൂഗ്ലിയെക്കുറിച്ച് അറിയുന്നത് അതങ്ങ് മനസ്സിൽ ഓർത്തു വെക്കുക. ഇപ്പം എനിക്കറിയുന്ന കാര്യങ്ങൾ പറയാം. ഹൂഗ്ലി നദി ഗംഗയുടെ കൈവഴിയാണ്. ഗംഗ വെസ്റ്റ് ബംഗാളിൽ വെച്ച് രണ്ടായിട്ട് വിഭജിക്കുന്നുണ്ട്. ഒരു കൈവഴി ഹൂഗ്ലി, മറ്റേ കൈവഴി പത്മ, ബംഗ്ലാദേശിലേക്കാണ് പോകുന്നത്. ബംഗ്ലാദേശുകാർ ആ ഒരു നദിയെ പത്മ എന്നാണ് വിളിക്കുക. ബേസിക്കലി ഗംഗയാണ് പത്മ എന്ന് വിളിക്കുന്നത്. വെസ്റ്റ് ബംഗാളിൽ ഈ ഗംഗയുടെ കൈവഴിയെ വിളിക്കുന്ന പേരാണ് ഹൂഗ്ലി. ഹൂഗ്ലിക്ക് കുറുകെ ഒരു പാലമൊക്കെ ഉണ്ട്, ഹൗറ ബ്രിഡ്ജ്. ഹൂഗ്ലി നദിയുടെ അടിയിലൂടെയാണ് ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ ടണൽ ഉദ്ഘാടനം റീസെൻ്റ് ആയിട്ട് കഴിഞ്ഞ് വന്നത്. ഓക്കെ, മനസ്സിലായില്ലേ? ഇതൊക്കെയാണ് ഹൂഗ്ലിയെക്കുറിച്ച് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത്. അപ്പോൾ ഹൂഗ്ലി നദിയിൽ സ്ഥിതി ചെയ്യുന്ന തുറമുഖമാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഹൂഗ്ലി നദി നമുക്ക് കിട്ടി വെസ്റ്റ് ബംഗാളാണ്. ലൊക്കേഷൻ കിട്ടിയല്ലോ. അപ്പോൾ ആ ലൊക്കേഷനിൽ ഇല്ലാത്ത സ്ഥലങ്ങൾ അങ്ങ് എലിമിനേറ്റ് ചെയ്യുക. മുംബൈ അല്ല, ചെന്നൈ അല്ല, വിശാഖപട്ടണം, കൊൽക്കത്ത രണ്ടും അടുത്തടുത്തുള്ള സ്ഥലങ്ങളാണ്. പക്ഷെ വിശാഖപട്ടണം ആന്ധ്രയിലാണ്. എലിമിനേറ്റ് ചെയ്യുക. അപ്പോൾ തുറമുഖത്തിനെ കുറിച്ച് ആലോചിക്കണോ? ആലോചിക്കേണ്ട ആവശ്യമേ ഇല്ല. നമ്മൾ സ്ഥലം മാത്രം ആലോചിച്ചാൽ മതി. ലൊക്കേഷൻ വെച്ചിട്ട് തന്നെ നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. അപ്പോൾ ഇതാണ് ഹൂഗ്ലി നദിയുടെ ചോദ്യം എന്ന് പറയുന്നത്. അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് പോകുകയാണ്. 11 മറ്റൊരു ക്വസ്റ്റ്യൻ കേരള PSC ചോദിച്ച മറ്റൊരു ചോദ്യം. പശ്ചിമഘട്ടത്തിലെ മഴനിഴൽ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഏക വന്യജീവി സങ്കേതം. അപ്പോൾ കേരളത്തിൻ്റെ പശ്ചിമഘട്ടത്തിലെ മഴനിഴൽ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഏക വന്യജീവി സങ്കേതം. കോംപ്ലക്സ് ക്വസ്റ്റ്യൻ. നമ്മൾ എന്ത് ചെയ്യണം? സിംപ്ലിഫൈ ചെയ്യണം. എന്താ ചെയ്യണ്ടേ? ഞാൻ ഓൾറെഡി ചെയ്തു. കീവേഡ് അണ്ടർലൈൻ ചെയ്തു. മഴനിഴൽ പ്രദേശം കേരളത്തിലാണ്. അപ്പോൾ കേരളത്തിലെ മഴനിഴൽ പ്രദേശം ആലോചിച്ചാൽ പോരെ? കേരളത്തിലെ മഴനിഴൽ പ്രദേശം ഏതാ? ചിന്നാർ. അപ്പോൾ ഡയറക്റ്റ്ലി നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റി. അപ്പോൾ സിംപ്ലിഫൈ ചെയ്യുക. മാത്സിലെ മാത്രം ചോദ്യമല്ല, ഏത് സബ്ജക്റ്റിലെ ക്വസ്റ്റ്യനും ഇതേപോലെ സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ അനാവശ്യമായിട്ടുള്ള ടേംസുകളൊക്കെ അങ്ങോട്ട് എടുത്തു മാറ്റുക. അപ്പോൾ തന്നെ നമുക്ക് കുറച്ചുകൂടി കൈകാര്യം ചെയ്യുന്ന രീതിയിൽ ആ ക്വസ്റ്റ്യൻ മാറും. സെറ്റല്ലേ? പിടികിട്ടിയല്ലോ. അപ്പോൾ ചിന്നാറാണ്. ചിന്നാറിന്ന് ഇനിയും ചോദ്യം വരാം. ചിന്നാറിലൂടെ ഒഴുകുന്ന നദി ഏതാ നദി? പറ, ഏതാ നദി? പാമ്പാറാണ് ചിന്നാറിലൂടെ ഒഴുകുന്ന നദി. കേരളത്തിൽ 3 നദികൾ കിഴക്കോട്ട് ഒഴുകുന്നില്ലേ? ഇടുക്കിയിലെ പാമ്പാറാണ് ചിന്നാറിലൂടെ ഒഴുകി ഉദുമൽപേട്ട് വഴി അങ്ങ് തമിഴ്നാട്ടിലേക്ക് പോകുന്നത്. ഇനി ചിന്നാർ വന്യജീവി സങ്കേതം ഒരു മഴനിഴൽ പ്രദേശമാണ്. എന്താ? മഴനിഴൽ പ്രദേശമാണ്. അധികം മഴ ഉണ്ടാവില്ല. അപ്പോൾ ഇവിടെ കാണുന്ന ചെടികളൊക്കെ അധികം എന്താണ്? മുൾച്ചെടികളാണ്. അപ്പം മുൾച്ചെടികളും കുറ്റിക്കാടുകളും അല്ലെ, മുൾച്ചെടികളും കുറ്റിക്കാടും കാണുന്ന ഒരു വനവിഭാഗമാണ് നമുക്ക് പൊതുവേ കാണുന്നത്. അപ്പോൾ ഇവിടെ നന്നായിട്ട് വളരുന്ന കുറേ ജീവികളുണ്ട്. അതിൽ എക്സാമിന് എപ്പോഴും ചോദിക്കുന്ന 2 ജീവികൾ ഇവിടെയാണ്. ഒന്ന് ചാമ്പാൻ മലയണ്ണാൻ. ചാമ്പാൻ മലയണ്ണാനും അതുപോലെ നക്ഷത്രാമയും. ചിന്നാർ പോയവർക്കറിയാം, ചിന്നാറിൻ്റെ കവാടത്തിൽ തന്നെ വലിയൊരു നക്ഷത്രാമയുടെ സ്റ്റാച്ചു ഒക്കെ നമുക്ക് കാണാൻ പറ്റും. നക്ഷത്രാമയും നമ്മുടെ ഇല്ലീഗൽ വൈൽഡ് ലൈഫ് മാർക്കറ്റിൽ നല്ല വിലയുള്ള ഒരു ജീവിയാണ്, സ്റ്റാർട്ടർ ടോയ്സ്. അപ്പോൾ ആ നക്ഷത്രാമയെ കാണുന്ന സ്ഥലമാണ് നമ്മുടെ ചിന്നാർ. അധികം വെള്ളമൊന്നും ആവശ്യമില്ല, ഡ്രൈ ആയിട്ടുള്ള റീജിയണിലാണ് നക്ഷത്രാമയെ നമുക്ക് കാണാൻ പറ്റുക. അതേപോലെ വളരെ അപൂർവമായിട്ടുള്ള ഒരു ജീവിയാണ് ചാമ്പാൻ മലയണ്ണാൻ, ഗ്രിസിൽഡ് സ്ക്വിരൽ. ഗ്രിസിൽഡ് സ്ക്വിരലിനെയും നമുക്കിതാ ഇവിടെ ചിന്നാറിൽ കാണാൻ പറ്റും. ഇതാണ് ചിന്നാറിൻ്റെ പ്രത്യേകതകൾ. സെറ്റല്ലേ? ഡൗട്ട്സ് ഒന്നും ഇല്ലല്ലോ? അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ കുറേ ചോദ്യങ്ങളിലൂടെയും അതിൻ്റെ തെറ്റായ ഓപ്ഷൻസിൻ്റെ ക്വസ്റ്റ്യൻസുകളിലൂടെയും നമ്മൾ പോയിട്ടുണ്ട് അല്ലേ? ആ തെറ്റായ ഓപ്ഷൻസിൻ്റെ ബാക്കിയുള്ള ചോദ്യങ്ങളിലൂടെയും നമ്മൾ ക്വസ്റ്റ്യൻ കുറേ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ എപ്പോഴും ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, ഇതേപോലെ തന്നെ ഈ ഒരു രീതിയിൽ തന്നെ നിങ്ങൾ സ്വന്തമായിട്ടും ക്വസ്റ്റ്യൻ പേപ്പറുകൾ ചെയ്യുക. അപ്പോൾ ഞാൻ നിങ്ങളോട് എപ്പോഴും പറയുക PYQs ചെയ്യാനാണ്. ഇപ്പോൾ PYQ ചെയ്ത ഒരുപാട് പേര് റീസെൻ്റ് ആയിട്ട് പല എക്സാമിന് റിസൾട്ട് വന്നപ്പോൾ എന്നെ പേഴ്സണലി മറ്റും വിളിച്ചിട്ടുണ്ടായിരുന്നു. കാരണം എന്താ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ അത്ര പ്രതീക്ഷിച്ചില്ല ഇത്രത്തോളം മാർക്ക് കിട്ടുന്നു. പക്ഷെ PYQ ചെയ്തപ്പോഴാണ് റിസൾട്ടിലും അതുപോലെ മാർക്കൊക്കെ കൂടാനൊക്കെ തുടങ്ങിയതെന്ന്. അപ്പോൾ PYQs എപ്പോഴും ശ്രദ്ധിക്കുക. അതുകൊണ്ടാണ് ഞാൻ സ്വന്തമായിട്ട് ക്വസ്റ്റ്യൻ എടുക്കാതെ കേരള PSC തന്നെ പല എക്സാംസുകൾക്കായിട്ട് ഉണ്ടാക്കിയ ചോദ്യങ്ങൾ തന്നെയായിട്ട് നിങ്ങളുടെ മുന്നിൽ വരുന്നത്. അപ്പോൾ ഇത്
ചെയ്യുക, നിങ്ങൾ സ്വന്തമായിട്ടും ചെയ്യുക. അപ്പോൾ ഓക്കെ, താങ്ക് യു സോ മച്ച്. അടുത്ത സെഷനിൽ കാണാം കേട്ടോ. ഓൾ ഓഫ് യു ബൈ.